കലിപ്പൻ്റെ വായാടി പാർട്ട് 21. രചന ശിവനന്ദ. അവതരണം ആൻഡ് എഡിറ്റിംഗ് ഷെൻസ. ഒരുവിധമാണ് ഞാൻ ശിവേട്ടനെ കാറിൽ കയറ്റിയത്. സുധീഷ് സാറിനോട് ദേഷ്യം മുഴുവൻ സ്റ്റിയറിങ്ങിൽ തീർക്കുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എൻ്റെ പൊന്നി കലിപ്പ, ഒന്നടങ്ങ്. അങ്ങേരുടെ ഒരു വേലത്തരവും എൻ്റെ അടുത്ത് ചിലവാകില്ലെന്ന് ഇന്നത്തോടെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും എന്തെങ്കിലും ശല്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തോളാം. നീ കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും പോവണ്ട. അവസാനം നീ ഒറ്റപ്പെടും. അവൻ്റെ സൂക്കേടുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാം. തൽക്കാലം ശിവേട്ടൻ ഒന്നിനും പോവേണ്ട, നമുക്ക് നോക്കാം. ഇപ്പോൾ ശിവേട്ടൻ്റെ മുഖത്ത് ചെറിയ ചിരിയൊക്കെ വന്നു തുടങ്ങി. ഹോ, എന്നെ സമ്മതിക്കണം. ഒരാനയും മെരുക്കാൻ ഇത്രയും പ്രയാസം ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് നാളത്തേക്ക് സുധീർ സാറിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. സമാധാനിക്കാം. വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടന് ഓഫീസിൽ നിന്നും വരാൻ ടൈം ആകുന്നതേ ഉള്ളൂ. നേരെ അടുക്കളയിലേക്ക് ചെന്ന് അമ്മ ഉണ്ടാക്കി വെച്ച അട ഓരോന്നായി അകത്താക്കുമ്പോഴാണ് എവിടെ നിന്നൊരടി എൻ്റെ കാലിൽ പതിഞ്ഞത്. അയ്യോ എന്ന് പറഞ്ഞ് സ്ലാബിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ അതാ നിൽക്കുന്നു പുളിങ്കമ്പ് പിടിച്ച് നമ്മുടെ മാതാശ്രീ. എന്ത് പണി അമ്മയെ കാട്ടിയത്? എനിക്ക് നന്നായി വേദനിച്ചു കേട്ടോ. വേദനിക്കാൻ തന്നെ അടിച്ചത്. നാണം ഉണ്ടോടി നിനക്ക്? അട കഴിക്കാൻ ഇനി നാണവും വേണോ? ഡി പെണ്ണെ, നീ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. ആ മോന് അവിടെ ഉമ്മറത്ത് ഇരിക്കുന്ന വല്ല വിചാരവും നിനക്കുണ്ടോ? അവന് കൊണ്ടുപോയി കൊടുക്കാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുക. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇന്നാ കൊണ്ടുപോയി മോന് കൊണ്ടുപോയി കൊടുക്കടി. അമ്മയെ ചെറികൊട്ടി നോക്കിയിട്ട് ബാക്കിയുള്ള അടയുമായി ഞാൻ ഉമ്മറത്തേക്ക് ഇറങ്ങി. അവിടെ അച്ഛനും ശിവേട്ടനും അന്താരാഷ്ട്ര ചർച്ചയിലാണ്. എന്നെ കണ്ടപ്പോൾ ശിവേട്ടൻ കണ്ണുറുക്കി ഒന്ന് ചിരിച്ചു. എനിക്കപ്പോൾ എൻ്റെ അട പങ്കിടാൻ വന്ന കുട്ടിയോട് തോന്നുന്ന പരിഭവമായിരുന്നു. ശിവേട്ടനെ മൈൻഡ് ചെയ്യാതെ ഞാൻ അച്ഛൻ ഇരിക്കുന്ന കസേരയിൽ ചാരിയിരുന്നു. വീഴാതിരിക്കാൻ അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അച്ഛനോട് സംസാരിക്കുമ്പോഴും എൻ്റെ മൗനത്തിൻ്റെ കാരണം തിരക്കുകയായിരുന്നു ശിവേട്ടൻ. എൻ്റെ ശ്രദ്ധ മുഴുവനും ഞാൻ കൊണ്ടുവന്ന അടയിലായിരുന്നു. ഇനി ഒരെണ്ണം കൂടിയേ അതിൽ ബാക്കിയുള്ളൂ. അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ശിവേട്ടൻ അവസാന അടയും കയ്യിലെടുത്തു. പണ്ട് അച്ഛൻ കൊണ്ടുവരുന്ന പലഹാരത്തിൻ്റെ നേരിയ പങ്കു കൈക്കലാക്കിയിരുന്ന ആ പഴയ ഗൗരിയുടെ ഓർമ്മയിലായിരുന്നു ഞാൻ. മുഖം വീർപ്പിച്ചിരിക്കുന്നത് അപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിക്കുന്നത്. ഇവൾക്കിത് എന്തു പറ്റി? വന്നപ്പോഴുള്ള ആ പ്രസരിപ്പ് ഇപ്പോൾ ഇല്ലല്ലോ. ഈ പെണ്ണിനിതെന്താ? ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന വിചാരം. ഒറ്റയ്ക്കിരുന്ന് അട കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു അടി കൊടുത്തു. അതിനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. അത് കേട്ട് അച്ഛൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കഴിക്കാനെടുത്ത അടയും കയ്യിൽ പിടിച്ച് അത്ഭുതത്തോടെ എന്നെ നോക്കിയിരിക്കുന്ന ശിവേട്ടനെ കണ്ടതോടെ ആകെ ചമ്മലായി. എല്ലാവരും എന്നെ കളിയാക്കുന്നതിനിടയിലേക്കാണ് ഏട്ടൻ കയറി വന്നത്. ചിരിക്ക് പിന്നിലെ കാരണം പറയാൻ ശിവേട്ടനായിരുന്നു ഉത്സാഹം. ഏട്ടനോട് ശിവേട്ടൻ കാട്ടുന്ന അടുപ്പം കണ്ടതോടെ എൻ്റെ പരിഭവമൊക്കെ എങ്ങോ പോയി. അപ്പോഴേക്കും അകത്തുനിന്നൊരു പ്ലേറ്റ് നിറയെ അടയുമായി അമ്മ വന്നു. ഇതിപ്പോ എവിടെ നിന്ന് വന്നു? നിന്റെ കയ്യിൽ കിട്ടിയ ബാക്കി കാണില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഗിരിക്കുള്ളത് ഞാൻ മാറ്റിവെച്ചിരുന്നു. ഓ, വെറുതെ അല്ല ഈ നാട്ടിൽ ഫെമിനിസ്റ്റുകൾ കൂടുന്നത്. ചുണ്ടും കൂർപ്പിച്ച് ഞാൻ ചാരുപടിയിൽ ശിവേട്ടൻ്റെ അടുത്തിരുന്നു. കയ്യിലിരുന്ന അട ശിവേട്ടൻ എനിക്ക് നേരെ നീട്ടിയപ്പോൾ നിറഞ്ഞ മനസ്സോടെ ഞാനത് നിരസിച്ചു. എന്നിട്ടും ശിവേട്ടൻ അതിൽ നിന്നൊരു പീസ് അടർത്തിയെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ചു തന്നു. അപ്പോഴേക്കും ഏട്ടനും എൻ്റെ അടുത്ത് വന്നിരുന്നു. ഏട്ടൻ്റെ പങ്കും എൻ്റെ വായിൽ വെച്ച് തന്നപ്പോൾ അമ്മയുടെ കണ്ണ് നിറയുന്നത് കണ്ടു. ഒരടയെടുത്ത് രണ്ടാക്കി അച്ഛൻ്റെയും അമ്മയുടെയും വായിൽ ഞാൻ വെച്ചു കൊടുത്തു. രണ്ടുപേരും എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ചാരുപടിയിൽ ഗിരിയേട്ടൻ്റെ തോളിൽ കൈയിട്ടിരുന്ന് വിശേഷങ്ങൾ പറയുകയായിരുന്നു ശിവേട്ടൻ. പുതിയൊരു സൗഹൃദം അവിടെ തുടങ്ങുകയായിരുന്നു. ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് ഗിരിയേട്ടൻ അകത്തേക്ക് പോയപ്പോൾ പിറകെ ഞാനും ചെന്നു. എന്താടാ, എൻ്റെ ഏട്ടനിപ്പോൾ സമാധാനമായില്ലേ? ശിവയുടെ കാര്യമല്ലേ? അതേന്ന് തലയാട്ടിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചേട്ടൻ മൂർത്താവിൽ ചുണ്ടു ചേർത്തു. എനിക്കുള്ള ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പോകാൻ തിരിഞ്ഞപ്പോൾ ഏട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൻ എന്നോട് അകൽച്ച കാണിച്ചത് എന്തിനായിരുന്നു? അതേട്ടാ, ഒന്നുമില്ല. ശിവേട്ടന് എന്നോടുള്ള വാശി കാരണം. കള്ളം പറഞ്ഞ് എൻ്റെ മോൾ ഒരുപാട് കഷ്ടപ്പെടണ്ട. തക്കതായി എന്തോ കാരണം അവനുണ്ടായിരുന്നു. അതിപ്പോൾ നിനക്കും അറിയാം. അവന് കൊടുത്ത വാക്ക് തെറ്റിച്ച് നീ അത് എന്നോട് പറയണ്ട. എനിക്കത് അറിയുകയും വേണ്ട. ഇപ്പോൾ അവൻ എനിക്ക് ഒരളിയൻ മാത്രമല്ല, നല്ലൊരു സുഹൃത്തുമാണ്. അത് മതി ഈ ഏട്ടന്. എന്താ ഏട്ടനോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഏട്ടനും ഞാനും ശിവേട്ടനുമൊക്കെ ഇപ്പോൾ സന്തോഷത്തിലാണ്. ഇത് എന്നും ഇതുപോലെ നിലനിൽക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. കുഞ്ഞിനെയും അപ്പുവിനെയും കുക്കുവിനെയും അവന്മാരുടെ വീടുകളിൽ പോയി കണ്ട് ചോക്ലേറ്റ്സും കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്.
ക്ലാസ് തുടങ്ങിയതോടെ ക്രിക്കറ്റ് കളിയൊക്കെ കുറച്ച് പിള്ളേർ കട്ട പഠിത്തമായി. കല്യാണം കഴിഞ്ഞിട്ടും ഗൗരിയുടെ കുട്ടിത്തം മാറിയില്ലെന്നാണ് അവന്മാരുടെ അമ്മമാരുടെ അഭിപ്രായം. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ ശിവേട്ടന് മാത്രം സ്വന്തമാണ്. ഒരാഴ്ചയായിട്ട് സുധീർ സാറിൻ്റെ ശല്യമൊന്നുമില്ല. ക്ലാസ്സിൽ വന്ന എൻ്റെ ബെഞ്ചിലേക്ക് മാത്രം അങ്ങേര് നോക്കില്ല. അന്നത്തെ പണി നല്ലതുപോലെ ഏറ്റിട്ടുണ്ട്. സാറിൻ്റെ ഈ മാറ്റം കണ്ട് അന്തം വിട്ടിരിക്കുന്ന നിഹിലയ്ക്ക് ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഗൗരി, എന്ത് ധൈര്യമാ നിനക്ക്? പെൺകുട്ടികളായ കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനു പേടിക്കണം? അതൊക്കെ ശരിയാ, പക്ഷേ നിനക്ക് സപ്പോർട്ടിന് ശിവേട്ടനുണ്ട്, പിന്നെ നിന്റെ ഏട്ടനും. എനിക്കങ്ങനെ ആരുമില്ല. ആരെയെങ്കിലും കുറിച്ച് പരാതി പറഞ്ഞാൽ ഞാൻ തെറ്റുകാരിയാണെന്ന രീതിയിലാകും കാര്യങ്ങൾ. നീ പരാതി പറയണ്ട, സ്വയം അങ്ങ് സോൾവ് ചെയ്യണം. അല്ലോ, എനിക്ക് പേടിയാ. എടി പൊട്ടിക്കാളി, ഈ പേടി ആദ്യം മാറ്റ്. ഇപ്പൊ തന്നെ നീ നോക്ക്, എൻ്റെ മുന്നിൽ നാണം കെട്ടിട്ടും സാർ എന്നെ എന്തെങ്കിലും ചെയ്തോ? എന്തുകൊണ്ടാ? നമ്മളോട് കളിച്ചാൽ പണി കിട്ടുമെന്ന് അങ്ങേർക്ക് പേടിയായതുകൊണ്ട്. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നല്ല ഉഷിരുള്ളൊരാണിനെ അങ്ങ് പ്രേമിക്ക്. പിന്നെ നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. എൻ്റെ റബ്ബേ, എൻ്റെ മയ്യത്ത് കാണാൻ കാത്തിരിക്കുവാണോ നീയ്? വല്യപ്പ ഇതെങ്ങാനും കേട്ടാ എന്നെ വെട്ടിയരിഞ്ഞ് ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് കൊടുക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നാളെ അമ്പൂട്ടിയുടെ പിറന്നാളാണ്. വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിലും നീ വരണം. നിന്റെ വീട്ടിൽ വെച്ചാണോ? അല്ല, സിദ്ധുവേട്ടൻ്റെ വീട്ടിലാണ്. വൈകിട്ടായതുകൊണ്ട് നമുക്ക് കോളേജ് വിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. നടക്കില്ല മോളെ. നിന്റെ വീട്ടിലായിരുന്നെങ്കിൽ വാപ്പിച്ചിയെ സോപ്പിട്ടെങ്കിലും വരാമായിരുന്നു. ഇത് നോ രക്ഷ. എങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചാണെന്ന് പറ. എന്നിട്ട് വേണം കള്ളം പറഞ്ഞതിന് വേറെ കിട്ടാൻ. പറ്റില്ല. അവളുടെ അവസ്ഥ ഓർത്ത് എനിക്ക് ചിരിയാണ് വന്നത്. എങ്കിലും അവളെ പിറന്നാളിന് പങ്കെടുപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് അവളുടെ ഉമ്മച്ചിയെ വിളിച്ച് കുറെ സംസാരിച്ച് അവസാനം സമ്മതിപ്പിച്ചു. വാപ്പച്ചിയോട് ഉമ്മച്ചി തന്നെ കാര്യം പറഞ്ഞോളാമെന്നും പറഞ്ഞു. ആദ്യമായി കൂട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ പക്ഷിയുടെ സന്തോഷമായിരുന്നു നിഹിലയുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്നത്. അമ്പൂട്ടിയുടെ പിറന്നാളായതുകൊണ്ട് രാവിലെ തന്നെ ഞാനും ശിവേട്ടനും അമ്പലത്തിൽ കയറിയിട്ടാണ് കോളേജിലേക്കും ഓഫീസിലേക്കും പോയത്. വൈകിട്ട് ശിവേട്ടൻ തന്നെ വിളിക്കാനും വന്നു. കാറിൽ നിഹില പേടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ശിവേട്ടൻ കണ്ണുകൊണ്ട് എന്താ കാര്യമെന്ന് എന്നോട് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ ഒന്ന് ഓക്കെ ആക്കാൻ ഞാൻ ഓരോന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ എത്തുമ്പോഴേക്കും സച്ചിയേട്ടനും സിദ്ധുവേട്ടനും ഗിരിയേട്ടനും അലങ്കാര പണികളൊക്കെ തങ്ങളാൽ ആകും വിധം അലങ്കോലമാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് അവരെ ഞാൻ കളിയാക്കുമ്പോൾ എല്ലാം ഒരു ചിരിയോടെ കേട്ടു നിൽക്കുന്ന നിഹിലയിലായിരുന്നു സച്ചിയേട്ടൻ്റെ നോട്ടം. കോഴി കൂവി തുടങ്ങി. കേക്ക് കട്ടിങ് കഴിഞ്ഞു ഞാനും ശിവേട്ടനും ചേർന്ന് അവൾക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു. നിഹിലയുടെ വകയും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു ഫ്രോക്ക്. എങ്കിലും അമ്പൂട്ടിക്ക് ഇഷ്ടമായത് ഗിരിയേട്ടൻ കൊടുത്ത ബാർബി ഡോളായിരുന്നു. ഫുഡ് കഴിക്കാൻ നേരം സച്ചിയേട്ടൻ നിഹിലയുടെ അടുത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവൾ പക്ഷേ അതൊന്നും അറിയുന്നതേയില്ല. ഇടയ്ക്ക് സച്ചിയേട്ടൻ മിണ്ടാൻ ചെല്ലുമ്പോൾ അവളൊന്ന് ചിരിച്ചിട്ട് എൻ്റെയോ മുത്തശ്ശിയുടെയോ അടുക്കലേക്ക് നീങ്ങി നിൽക്കും. എനിക്കിതൊക്കെ കണ്ട് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും പരസ്പരം കളിയാക്കുമ്പോഴും അതൊക്കെ ഒരത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു നിഹില. സമയം വൈകിയതുപോലും അവൾ അറിഞ്ഞില്ല. ഇടയ്ക്ക് റൂമിലേക്ക് പോയപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. എടുത്തു നോക്കിയപ്പോൾ 17 മിസ് കോള്. ഉമ്മച്ചിയും വാപ്പച്ചിയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. തിരികെ ഉമ്മച്ചിയെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൾ കരയുകയായിരുന്നു. ഫോൺ വെച്ച് നെഞ്ചിൽ കൈവച്ച് അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ ഇന്ന് കൊല്ലും. നീ ഇങ്ങനെ പേടിക്കാതെ, ഉമ്മച്ചിയുടെ സമ്മതത്തോടെയല്ലേ നീ വന്നത്? ഉമ്മച്ചിക്ക് കുറെ വഴക്ക് കിട്ടിയെന്ന് തോന്നുന്നു. വല്യപ്പയുടെ സ്വഭാവം നിനക്കറിയില്ല. ഞാൻ ഇറങ്ങുക ഗൗരി. നിക്ക്, ഞാൻ ശിവേട്ടനോട് പറയാം. ഞങ്ങൾ കൊണ്ടാക്കാം. നീ ഒറ്റയ്ക്ക് പോവേണ്ട. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. മുൻപെങ്ങും കാണാത്തൊരു നിരാശ സച്ചിയേട്ടൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനുള്ള അവസ്ഥയല്ലായിരുന്നത് കൊണ്ട് ഞാനും അവളോടൊപ്പം ഇറങ്ങി. ശിവേട്ടൻ കാറിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് അകത്തു നിന്നും ബഹളം കേട്ടത്. ഞങ്ങൾ തിരികെ കയറി നോക്കുമ്പോൾ ശ്രേയ ചേച്ചി ബോധം കെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അമ്മ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ടും ചേച്ചി കണ്ണ് തുറക്കുന്നില്ല. മോളാണെങ്കിൽ കരച്ചിലും തുടങ്ങി. ഞാൻ അവളെ എടുത്ത് കരച്ചിലടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശിവേട്ടനും സിദ്ധുവേട്ടനും ചേച്ചിയെ എടുത്ത് കാറിൽ കിടത്തി. അപ്പോഴേക്കും ഗിരിയേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ ബഹളത്തിനിടയിൽ നിഹിലയുടെ കാര്യം ഞാൻ മറന്നു. നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുവാണ് പാവം. നിഹില, നീ ഫോൺ താ. ഞാൻ നിന്റെ ഉമ്മച്ചിയെ വിളിച്ചു പറയാം. വേണ്ട, അത് വേണ്ട. അതൊന്നും ശരിയാകില്ല. എനിക്കിപ്പോൾ തന്നെ പോകണം. ഞാൻ മോളെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഇപ്പോൾ അമ്പൂട്ടിക്കാണ് നിന്റെ ആവശ്യം.
പക്ഷേ ഈ സമയത്ത് നീ ഒറ്റയ്ക്ക്. ഞാൻ കൊണ്ടാക്കാം. പറഞ്ഞു മുഴുവനാക്കും മുൻപ് സച്ചിയേട്ടൻ ഇടയിൽ കയറി. അയ്യോ, അതൊന്നും വേണ്ട. നീ പേടിക്കേണ്ട നിഹില. സച്ചിയേട്ടൻ എനിക്കറിയാം. ആള് നിന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കും. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ കൂടെ ഏട്ടനെ കണ്ട കാര്യങ്ങൾ കൈവിട്ടു പോകും. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാതിരുന്നാൽ പോരെ? റോഡിലിറക്കാം. അല്ലാതെ ഈ സമയത്ത് നീ ഒറ്റയ്ക്ക് പോകേണ്ട. ഒടുവിൽ അവളുടെ അവസ്ഥയോർത്ത് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. സച്ചിയേട്ടന് അത്യാവശ്യം കോഴിത്തരം ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായി സച്ചിയേട്ടനൊപ്പം പോവാം. ആ ഉറപ്പിലാണ് ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. അപ്പോഴേക്കും അമ്പൂട്ടി എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. മോളെ റൂമിൽ കിടത്തി മുത്തശ്ശിയുടെയും അമ്മമാരുടെയും അടുത്തിരിക്കുമ്പോൾ ശ്രേയ ചേച്ചിയുടെ വിവരമറിയാതെ അവരെ പോലെ ഞാനും ടെൻഷനിലായിരുന്നു.